Hi guys, welcome to my channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ വാഷറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് വീട്ടിൽ മേടിക്കാൻ പറ്റിയ മൾട്ടി പർപ്പസ് പ്രഷർ വാഷറിൽ ഒന്നാണ് ബോഷ് യൂണിവേഴ്സൽ അക്വാടാക് 125 എന്ന് പറഞ്ഞ മോഡൽ. ഇത് 1500 വാട്ട്സിൻ്റെ മോഡലാണ്. 125 ബാർ പ്രഷറും ഉണ്ട്. 360 ലിറ്റേഴ്സ് പെർ അവർ ആണ്. ഓക്കെ, ഇത് ഈ പർട്ടിക്കുലർ റേഞ്ചിൽ ഒരു 10,000 to 12,000 റേഞ്ചിൽ ഏറ്റവും നല്ലൊരു പ്രഷർ വാഷറാണ് ഇപ്പോൾ ബോഷിൻ്റെ വരുന്നത്. ഓക്കെ, നമുക്ക് വീട്ടിലേക്കുള്ള യൂസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറച്ച് മിനിറ്റ്സ് യൂസേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മിനിറ്റ് ഒരു പീരീഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മോട്ടർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് സാധാരണ യൂണിവേഴ്സൽ ടൈപ്പ് അല്ല, മറ്റേ പ്രൊഫഷണൽ ടൈപ്പ് അല്ല. ഓക്കെ, ജസ്റ്റ് ഹോം യൂസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, നമുക്ക് വരുന്ന ഒരു കണക്ടർ ഹോസ് വരും. ഓക്കെ, ഇത് നമ്മുടെ യൂണിറ്റിലേക്കും നമ്മുടെ ഗണ്ണിലേക്കും കണക്ട് ചെയ്യാനുള്ളതാണ്. സെയിം ടൈപ്പ് തന്നെയാണ് കണക്ടർ. പിന്നെ നമുക്ക് വരുന്ന ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. ഓക്കെ, ഇത് നമുക്ക് ഗണ്ണിലേക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കാറൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സോപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും പ്രഷർ വാഷർ ത്രൂ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ നമ്മുടെ പുറത്ത് കണക്ട് ചെയ്യുന്ന 1/2 ഇഞ്ചിൻ്റെ ഹോസിൻ്റെ എൻഡിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് എന്നിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യേണ്ടി വരും. ഇത് നമ്മുടെ ഗണ്ണാണ് വരുന്നത്. ഓക്കെ, ഇതാണ് പ്രഷർ വാഷറിൻ്റെ ഗൺ വരുന്നത്. ഓക്കെ, ഇതിന് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ലോക്ക് അടിക്കുവാണെങ്കിൽ ഇതിപ്പോൾ പ്രസ് ചെയ്യാൻ പറ്റില്ല. അൺലോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പ്രസ് ആവുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഹോസ് കണക്ട് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഗൺ വരുന്നത്. അപ്പോൾ ഗണ്ണിൻ്റെ എൻഡിലുള്ള നോസിൽ ഇതാണ് വരുന്നത്. ഓക്കെ, ഈ നോസിലിന് 3 ടൈപ്സ് ഉണ്ട്. ഓക്കെ, വേരിയബിൾ ഉണ്ട്, പെൻസിൽ ജെറ്റ് ഉണ്ട്, പിന്നെ നോർമൽ ടൈപ്പും ഉണ്ട്. അങ്ങനെ 3 ടൈപ്പ് നമുക്ക് വാട്ടർ പ്രഷർ വേരിയേഷൻ വരും. ഈ 3 മോഡിൽ നമുക്ക് ഓരോന്നും ക്ലീൻ ചെയ്യാം. പിന്നെ നമുക്ക് വരുന്ന ഇതിൻ്റെ യൂസർ മാനുവലും വാറണ്ടി കാർഡുമാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ഡിവൈസാണ്. വരുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസ് വരിക. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ ഓൺ ഓഫ് സ്വിച്ചാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഹോസ് കണക്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടോ എക്സ്റ്റൻഷനുണ്ട്. 16 ആംസിൻ്റെ സോക്കറ്റ് വേണ്ടി വരും. 1500 വാട്ട്സ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ കണക്റ്റിംഗ് ഹോസ് വരിക. ഓക്കെ, നമ്മുടെ ഗണ്ണിൽ നിന്നുള്ള ഹോസ് വരിക. ഇവിടെ നമ്മുടെ പൈപ്പിൽ നിന്നുള്ള ഹോസ് നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ബോക്സിനകത്തുള്ള. ഇനി നമുക്ക് കണക്ഷൻസിലേക്ക് പോകാം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ അരേഞ്ചിൻ്റെ ഹോസാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ്. ഓക്കെ, ഇത് മറ്റേ സൈഡാണ്. ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ടി വരും. ഇത് ഡിവൈസിനൊപ്പം വരുന്നില്ല. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്യണം മറ്റേ എൻഡിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു എഡ്ജ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ, ഇത് എന്നിട്ട് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഈ കറക്റ്റ് ഹോളിലേക്ക് വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കറക്റ്റ് ഹോളിൻ്റെ അകത്തേക്ക് ഇത് വച്ചിട്ട് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. കറക്റ്റ് ഹോളിലേക്ക് ഞാനിപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ടൈറ്റ് അല്ലേ നോക്കണം. എന്നിട്ട് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യണം. ഹോസ് അതിനകത്ത് നിന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാണ് നമ്മൾ മറ്റേ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ഡിവൈസിലേക്ക് ഇങ്ങനെ ഇത് അതിൻ്റെ ലിവർ പുള്ള് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. ശരിക്കും ടൈറ്റ് അല്ലേ നോക്കുക. ഓക്കെ, എന്നിട്ട് റിമൂവ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. നമുക്ക് ഡിവൈസിൻ്റെ വാട്ടർ ഫ്ലോ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ഫിൽറ്റർ പോലെ എന്നിട്ടാണ് യൂണിറ്റിനകത്തേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഹോസ് കണക്ട് ചെയ്ത് നോക്കാം.
ഓസിൻ്റെ എൻഡ് ഇതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി, ടൈറ്റ് ആയിക്കോളും. ഇനി മറ്റേ എൻഡാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. മറ്റേ എൻഡ് നമ്മുടെ ഗണ്ണിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. മറ്റേ എൻഡ് ഇതേപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ഓക്കെ ഗണ്ണിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ ടൈറ്റായി. നമുക്ക് ഓസിൻ്റെ മറ്റേ എൻഡ് പൈപ്പിലേക്ക് ഇനി കണക്ട് ചെയ്യണം. ഓക്കെ ഇന്ന് കണക്ടർ ഉണ്ട് ഓൾറെഡി. പൈപ്പ് ഓൺ ചെയ്യാം. ഇതിനിപ്പോൾ ഓൺ ചെയ്യണം. ഓക്കെ കണക്ഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നോസിൽ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗൺ ഇങ്ങനെ ഒന്ന് ഓൺ ചെയ്യണം. അപ്പം നമ്മുടെ കണ്ട എയറൊക്കെ പോയിട്ട് നമ്മുടെ വെള്ളമായിട്ട് വരും. ഓക്കെ വാട്ടർ വരും. കണ്ടോ? ഓക്കെ വാട്ടർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നോസിൽ കണക്ട് ചെയ്യാം. വാട്ടറിൻ്റെ സ്മൂത്ത് ഫ്ലോ ആയതിന് ശേഷം മാത്രം നോസിൽ കണക്ട് ചെയ്യുക. നിങ്ങൾ നോസിൽ കണക്ട് ചെയ്യുക. ഓക്കെ അത് കറക്റ്റ് സ്ലോട്ടിൽ ഇറക്കി വെച്ചിട്ട് അമർത്തിയിട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ കണക്റ്റഡ് ആണ്. നമുക്ക് ക്ലീനിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ഏരിയ ഒക്കെ കാണാൻ പറ്റും, ഇത്തിരി മോശമാണ്. നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ നമ്മൾ കണക്ഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഡിവൈസ് ഒന്ന് ഓൺ ചെയ്യുക. ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത ഏരിയാസാണ്. ഓക്കെ ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ലാത്ത ഏരിയാസാണ്. എന്തൊരു ഡിഫറൻസ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ ഇതിപ്പോൾ ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞൊരു മോഡാണ്. ഈ മോഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യുന്നത്. ഈ എഡ്ജ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കാണിച്ചു തരാം ഞാൻ. കണ്ടോ ഇതിപ്പോൾ പെൻസിൽ ജെറ്റ് മോഡിലാണ് കിടക്കുന്നത്. കണ്ടോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ പെൻസിൽ ജെറ്റൊക്കെ ക്ലീൻ ചെയ്യണ കുറച്ച് പോയിൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലാണ്. ഇതിനകത്ത് ഇപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ചട്ടിയാണ്. കണ്ടോ പായൽ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് പെൻസിൽ ജെറ്റാണ് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ പെൻസിൽ ജെറ്റ് വെച്ച് ക്ലീൻ ചെയ്ത ഏരിയയും ക്ലീൻ ചെയ്യാത്ത ഏരിയയും കണ്ടോ. ഇന്നാണ് പെൻസിൽ ജെറ്റ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു നോർമൽ മോഡും കൂടിയുണ്ട്. അതൊക്കെ നമ്മൾ വാഷ് ചെയ്യാനും എന്നൊക്കെയാണ്. ഓക്കെ നമുക്ക് ഈ നോർമൽ മോഡിലേക്ക് ഇടാം. ഇതിങ്ങനെ പ്രസ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. ഇതാണ് നോർമൽ മോഡ്. ജസ്റ്റ് ഒരു സ്പ്രെഡ് മാത്രമേ ഉള്ളൂ വാഷിൻ്റെ. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിൻ്റെ മെയിൻ പേർപ്പസ് ക്ലീനിങ് മാത്രമാണ്. കാർ വാഷ് ചെയ്യാനും ഓക്കെ ഈ വാട്ടറൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ നമുക്ക് ജസ്റ്റ് സ്പ്രേ മാത്രമേ ഉള്ളൂ പ്രഷറിൽ, അല്ലാതെ വേറെ ഒന്നും നമുക്കില്ല അതിനകത്ത്. ജസ്റ്റ് ഒരു സ്പ്രേ മാത്രമേ ഉള്ളൂ. നമുക്ക് കാറൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റും.
നമുക്ക് സോപ്പ് ഡിസ്പെൻസർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനകത്ത് 100, 200, 300 വരെ കാണാൻ പറ്റുമെന്ന് പറയണം വരെ ഉള്ളൂ. 300 ml വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചെറിയ വെഹിക്കിളൊക്കെ കഴിയണമെങ്കിൽ അത്യാവശ്യം ഓക്കെ ആവും. നിങ്ങൾക്ക് വലിയ വെഹിക്കിളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കഴിയണമെങ്കിൽ ഇത്രയും കൂടി വലിയ ഡിസ്പെൻസർ മേടിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് കാർ ഷാമ്പു ഒഴിക്കാം. ഓക്കെ, ഡെമോ പർപ്പസ് ആയത് തന്നെ അധികം ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് നമ്മുടെ നോർമൽ ടാപ്പ് വാട്ടർ വെച്ച് ഫില്ല് ചെയ്യാം. നമുക്കിനി തിരിച്ച് അതിൻ്റെ ഇത് മൗണ്ട് ചെയ്യാം. ഓക്കെ, മൗണ്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം, ഇത്രയും കൂടി സോപ്പ് ആവാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി സോപ്പ് കൂടുതലാവും. ഓക്കെ, കാർ ഷാമ്പു. ഓക്കെ, ഇനി നമുക്ക് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം, നോസിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ നോസിൽ പുറത്തേക്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിമൂവ് ആവും. ഓക്കെ, നമ്മുടെ 3 ടൈപ്സ് നോസിലിന് മാറും. ഇനി നമുക്ക് സോപ്പ് ഡിസ്പെൻസർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൻ്റെ നോച്ച് നോക്കുക. ആ നോച്ച് കറക്റ്റായിട്ട് ഇവിടെ ഒരു നോച്ചിൻ്റെ ഓപ്ഷനുണ്ട്, അതിനകത്തേക്ക് ഇൻസേർട്ട് ആവണം. കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് ആവും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ചെറിയൊരു പാർട്ട് ഓഫ് ലിക്വിഡ് ബാലൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ടയറൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ടയറും കൂടി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 300 ml കറക്റ്റ് ആവും. ഓക്കെ, ഇത് റിമൂവ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രസ് ചെയ്യുക, ഇത് വലിച്ചെടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ നോസിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ നോർമൽ മോഡാണ് കിടക്കുന്നത്, കണ്ടോ, സ്പ്രെഡ് മാത്രമേ ഉള്ളൂ. മറ്റേത് 2 മോഡിൽ വേരിയോ മോഡും ഉണ്ട്, വേരിയോ ഫ്ലെക്സ് എന്ന് പറഞ്ഞ മോഡും ഉണ്ട്, പിന്നെ പെൻസിൽ ജെറ്റും ഉണ്ട്. നോർമൽ ക്ലീനിങ്ങിനൊക്കെ ഈ നോർമൽ മോഡ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, വേരിയോ മോഡ് ഒരിക്കലും വയ്ക്കരുത്. നമുക്ക് കാർ വാഷിങ്ങിനൊക്കെ ചിലപ്പോൾ പെയിൻറ്റ് സ്ക്രാച്ച് ആവും, പെയിൻറ്റ് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്, കാരണം അതിന് ഭയങ്കര ഹൈ പ്രഷറാണ്. നോർമൽ മോഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഓക്കെ, ഓക്കെ, നമ്മുടെ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു റിലീസ് ബട്ടൺ ഉണ്ട്, റെഡ് കളറാണ്. അതിങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നോബ് റിലീസ് ചെയ്യാം. സെയിം തന്നെയാണ് നമുക്ക് ഗണ്ണിലും ചെയ്യേണ്ട. ഗണ്ണിലും ഇതേപോലെ ഒരു നോബുണ്ട്, അതിങ്ങനെ അമർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 2 ബട്ടണുണ്ട്. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ടോപ്പ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റും. തിരിച്ച് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ടോപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഡിവൈസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഓക്കെ, നല്ലൊരു പ്രൊഡക്റ്റാണ് ബോഷിന്. നിങ്ങൾക്ക് എപ്പോഴും വീട്ടിലൊരു അത്യാവശ്യം വരുന്ന കേസിലൊക്കെ നിങ്ങൾക്ക് ക്ലീനിങ്ങും പറ്റും, വാഷിങ്ങിനും എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെടണമെങ്കിൽ വാങ്ങിക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ അക്വാടെക് 125 എന്ന് പറഞ്ഞ മോഡൽ ബോഷിന്. എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടും ഏരിയാസും സറൗണ്ടിങ്സും ഒക്കെ ക്ലീൻ ചെയ്യുകയും ചെയ്യാം, കാർ വാഷ് ചെയ്യുകയും ചെയ്യാം സോപ്പ് ഉപയോഗിച്ച്. ഓക്കെ, ലൈറ്റ് ഡസ്റ്റൊക്കെ ഉള്ളെങ്കിൽ സുഖമായിട്ട് നമുക്ക് കൈ തൊടാതെ തന്നെ ഇത് വെച്ചിട്ട് പ്രഷർ വാഷർ വെച്ചിട്ട് സോപ്പ് അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ജസ്റ്റ് ഒന്ന് പിന്നെ ക്ലോത്ത് വെച്ച് ഡ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കൈ വെച്ച് റബ്ബ് ചെയ്യേണ്ടി വരും, തുണി വെച്ച് ക്ലോത്ത് വെച്ചിട്ട് ഈ സോപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ
അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.